6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇത് ദൈവപുത്രന്റെ ജനനത്തെക്കുറിച്ച് സംവത്സരങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത പ്രവചനമാണ്. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിനായി സ്വർഗം ദൈവം തിരഞ്ഞെടുത്തവളാണ് പരിശുദ്ധ കന്യക മറിയം. ആ തിരഞ്ഞെടുപ്പിന്റെ സദ്വാർത്തയും പേറി ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകയുടെ അടുത്ത് മുട്ടുകൾ മടക്കുമ്പോൾ ആ ദൈവീക ആശംസയ്ക്ക് മുമ്പിൽ അസ്വസ്ഥയാകുന്ന മറിയത്തെയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ നമ്മൾ കാണുക. ഒരു ദൈവീക ആശംസയ്ക്ക് മുമ്പിൽ അസ്വസ്ഥയാകുന്ന പരിശുദ്ധ കന്യക മറിയം. എന്നാൽ 30-ാമത്തെ വയസ്സിൽ യേശുനാഥൻ പരസ്യജീവിതത്തിനായി ഭവനം വിട്ടിറങ്ങിയപ്പോൾ മറിയം അസ്വസ്ഥയായി എന്ന് ഒരു സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നില്ല. യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് അവനെക്കുറിച്ച് നിറം പിടിപ്പിച്ചതും യഥാർത്ഥവുമായി ഒത്തിരി കഥകൾ കേൾക്കുന്നുണ്ട്. ഈ കഥകളൊക്കെ കേൾക്കുമ്പോഴും മറിയം അസ്വസ്ഥയായി എന്ന് ഒരു സുവിശേഷത്തിലും ഒരു സുവിശേഷകനും രേഖപ്പെടുത്തുന്നില്ല. ഒടുവിൽ കാൽവരിക്കുന്നിൻ്റെ നെറുകയിലേക്ക് കുരിശിൻ്റെ കനത്ത ഭാരവും പേറി അവൻ നടന്നു നീങ്ങുമ്പോൾ 3 തവണയോ 30 തവണയോ അവൻ മുഖം കുത്തി വീണപ്പോഴും മറിയം അസ്വസ്ഥയായി എന്ന് ഒരു സുവിശേഷത്തിലും നമ്മൾ വായിക്കുന്നില്ല. എല്ലാ അമ്മമാരുടെയും സ്വപ്നമാണ് സ്വന്തം മകൻ്റെ മടിയിൽ കിടന്ന് മരിക്കുക എന്നുള്ളത്. പക്ഷേ ഈ അമ്മയ്ക്ക് ഈ സ്വപ്നം പോലും തിരസ്കരിക്കപ്പെടുന്നുണ്ട്. സ്വന്തം മകൻ്റെ ചേതനയറ്റ ശരീരം മടിയിൽ കിടത്തി മൂകമായ ഭാഷയിൽ അവനോട് അന്ത്യയാത്ര പറയുമ്പോഴും മറിയം അസ്വസ്ഥയായിരുന്നു എന്ന് ഒരു സുവിശേഷത്തിലും ഒരു സുവിശേഷകനും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ദൈവീക ആശംസയ്ക്ക് മുമ്പിൽ അസ്വസ്ഥയായ മറിയം ഇത്രയേറെ സഹന അനുഭവങ്ങളിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവളെ ബലപ്പെടുത്തിയത് എന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിലാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കും, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഒരു പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി, ഒരു പെന്തക്കൊസ്ത അനുഭവത്തിനായി പരിശുദ്ധ കന്യക മറിയം തൻ്റെ ജീവിതം സമർപ്പിച്ചപ്പോൾ അവളുടെ ജീവിതത്തിലെ എല്ലാ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളും മധുരമുള്ള അനുഭവങ്ങളായിട്ട് മാറി. ഒരു ദൈവിക ആശംസയ്ക്ക് മുമ്പിൽ അവൾ അസ്വസ്ഥയായെങ്കിൽ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ അവൾ ബലം പ്രാപിക്കുകയും ജീവിതത്തിലെ സഹനങ്ങളിൽ പരാതി കൂടാതെ, പരിഭവങ്ങൾ കൂടാതെ ആ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ അവൾ തയ്യാറാവുകയും ചെയ്യുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മത്തിരുന്നാളിനായി നമ്മൾ ദേവാലയത്തിൽ അണയുമ്പോൾ നമ്മൾ ഇനി മുട്ടുകൾ മടക്കേണ്ടത്, കരങ്ങൾ കൂപ്പേണ്ടത്, കണ്ണുകൾ ഈറനണിയേണ്ടത് ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയാവണം. നമ്മൾ ഓരോരുത്തരും ഒരു മാറ്റം, ഒരു രൂപാന്തരീകരണം സ്വപ്നം കാണുന്നവരാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ കാനായിലെ അത്ഭുതത്തെക്കുറിച്ചാണ് നമ്മൾ അവിടെ വായിച്ചു കേട്ടത്. ആ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് 3 മാറ്റങ്ങളെക്കുറിച്ചാണ്. വെള്ളം വീഞ്ഞായിട്ട് മാറുന്നു, അതിഥിയായിട്ട് അവിടെ കടന്നു വരുന്ന പരിശുദ്ധ കന്യക മറിയം ആതിഥേയായി അല്ലെങ്കിൽ വീട്ടുകാരിയായിട്ട് മാറുന്നു. 3-ാമതായി ദൈവത്തിൻ്റെ സമയത്തിന് മാറ്റം വരുന്നു. നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മത്തിരുന്നാളിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി വിശുദ്ധ കുർബാനയിൽ, മധ്യസ്ഥ പ്രാർത്ഥനയിൽ, ജപമാലയിൽ, നൊവേനകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു രൂപാന്തരീകരണം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. കണ്ണുനീരോടെ ഈ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു മാറ്റത്തിൻ്റെ, ഒരു വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലും ഇടവക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ.